السلام عليكم ورحمة الله وبركاته. الحمد لله الذي جعل حبيبه دليلا ونورا وقضى به الضعفاء من عباده ونورهم تنويرا والصلاة والسلام على نبينا محمد صلى الله عليه وسلم وعلى آله وأصحابه مهاجرا وأنصارا أما بعد. മനുഷ്യന് ധാരാളം ബലഹീനതകളുണ്ട്. ഒരു ഉൽപ്പന്നത്തിന്റെ ന്യൂനതയും അതിന്റെ പൂർണ്ണതയും തിരിച്ചറിയുക അതിന്റെ നിർമ്മാതാവിനാണല്ലോ. എങ്കിൽ സൃഷ്ടാവ് പറയുന്നത് കേൾക്കുക. വഖുലിഖൽ ഇൻസാനു ലഈഫ, മനുഷ്യൻ ബലഹീനനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അന്നിസാ 28. എന്നാൽ ചിലരൊക്കെ ധരിച്ചതുപോലെ സമ്പത്തും ശക്തിയും അധികാരവും ഒന്നും ബലഹീനനായ ഈ മനുഷ്യന് ബലം നൽകണമെന്നില്ല. അതൊന്നുമില്ലാത്തവർക്ക് ബലം കിട്ടിക്കൂടാ എന്നുമില്ല. ഉദാഹരണത്തിന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുട്ടിക്കാലം ആൺകുഞ്ഞുങ്ങളെ മുഴുവനും നിഷ്ഠൂരമായി വധിച്ചു കളയാൻ ഫറോവ തീരുമാനിച്ച സന്ദർഭം. ഈ കുഞ്ഞിന്റെ ഏറ്റവും ബലഹീനതയുള്ള സന്ദർഭത്തിൽ കുഞ്ഞിനെ ഒരു പെട്ടിയിലാക്കി നദിയിലേക്ക് വലിച്ചെറിയാൻ ഉമ്മാക്ക് അള്ളാഹുവിന്റെ നിർദ്ദേശം വരുന്നു. ഉമ്മ അങ്ങനെ ചെയ്യുന്നു. ആ ഉമ്മയുടെ മടിത്തട്ടിലേക്ക് തന്നെ ഈ ബലഹീനതയുടെ അങ്ങേ അറ്റത്തിൽ നിൽക്കുന്ന പ്രായത്തിലുള്ള കുട്ടിയെ അല്ലാഹു തആല സുരക്ഷിതമായി ഇതേ ഫിർഔനിന്റെ കരങ്ങളിലൂടെ തന്നെ തിരിച്ചെത്തിക്കുന്നു. നോക്കൂ നിങ്ങൾ അല്ലാഹുവിന്റെ ഹിക്മത്ത്. എന്നാലോ എല്ലാ ബലവും ശക്തിയും സമ്പത്തും അധികാരവും അഹങ്കാരവും ചേർന്നിട്ടും ഫിർഔനന് അതേ നദിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അതിൽ അവൻ മുങ്ങി ചത്തുപോവുകയാണല്ലോ ഉണ്ടായത്. അപ്പോൾ മനുഷ്യൻ നേടിയെടുക്കേണ്ടത് ശാരീരികമായ ബലമോ സാമ്പത്തികമായ ശേഷിയോ അല്ല, ആത്മീയമായ ശക്തിയാണ്. ആ ബലം മനുഷ്യൻ നേടിയെടുത്തു കഴിഞ്ഞാൽ അവൻ എത്ര ചെറിയവനാണെങ്കിലും അവനാണ് വലിയവൻ. അവൻ ജനങ്ങളുടെ കാഴ്ചയിൽ എത്ര ബലഹീനനാണെങ്കിലും അവനാണ് ശക്തൻ. നോക്കൂ, ചെറിയ കുട്ടി ദാവൂദ് അലൈഹിസ്സലാം ജാലൂത്ത് എന്ന് പറയുന്ന കിങ്കരമർദ്ദകനായ അതീവ ശക്തനായ ഒരു രാജാവിനെ വധിച്ചു കളഞ്ഞതായി ഖുർആൻ പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ. രണ്ടു ചെറിയ കുട്ടികളല്ലേ ഏറ്റവും വലിയ ശക്തനും അഹങ്കാരിയുമായിരുന്ന അബൂജഹലിനെ വധിച്ചു കളഞ്ഞത്? സമ്പത്തും ശക്തിയും അധികാരവും ഒന്നും മനുഷ്യന്റെ ബലഹീനതകൾ നീക്കാൻ കാരണമല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ബലഹീനത നീങ്ങിക്കിട്ടുമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആത്മീയാചാര്യൻ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹിമഹുള്ള ഇവ്വിഷേകമായി എന്തു പറയുന്നു എന്ന് കേൾക്കൂ. ലിന്നഫ്സിൽ ഇൻസാനിയ്യത്തി ദുൽമതും ബിസബബി ഇത്തിബാഇഹ ശഹവാതി തഹ്ജുബുഹാ അനിൽ വുസൂലി ഇലല്ലാഹി ബിഹിജാബിൽ ദുൽമ വലാ യുർഫഉ ഹാദൽ ഹിജാബു വലാ തസൂലു തിൽക ദുൽമതു ഇല്ലാ ബിന്നൂർ. മനുഷ്യ ശരീരത്തിന് ദേഹേച്ഛാപരമായ കാര്യങ്ങളെയും വികാരപരമായ വിഷയങ്ങളെയും പിമ്പറ്റിയതിന്റെ പേരിൽ ഇരുട്ട് ബാധിച്ചിരിക്കുകയാണ്. ആ ഇരുട്ട് അള്ളാഹുവിലേക്ക് ആത്മീയമായി ചെന്നു ചേരുന്നതിന് അവന് തടസ്സമായിരിക്കുകയാണ്. എങ്കിൽ ആ തടസ്സം നീങ്ങിക്കിട്ടണമെങ്കിലും ആ ഇരുട്ട് നീങ്ങണമെങ്കിലും ഒരേ ഒരു മാർഗമുള്ളൂ, അത് നൂറ് മാത്രമാണ്, വെളിച്ചം സമ്പാദിക്കുക എന്നതു മാത്രമാണ്. എന്നാൽ ആ വെളിച്ചം സാധാരണക്കാരായ ആളുകൾക്കൊക്കെ നേടിയെടുക്കാനുള്ള മാർഗം എന്താണ് എന്നതാണല്ലോ ഇനി പരിശോധിക്കേണ്ടത്. ആരിഫീങ്ങളിൽപ്പെട്ട ഒരു മഹാനോട് ചോദിക്കപ്പെട്ടു, കൈഫൽ വുസൂൽ, എങ്ങനെയാണ് അള്ളാഹുവിലേക്ക് ആത്മീയമായി ചെന്നു ചേരുക? ഖാല അലൈക ബിന്നൂർ, നീ നൂറ് സമ്പാദിക്കുക. ഖീല, അപ്പോൾ ചോദിക്കപ്പെട്ടു, വഅൈന അജിദു നൂർ, എവിടെ നിന്നാണ് ഞാൻ ഈ നൂറിനെ നേടിയെടുക്കുക? എങ്ങനെ എനിക്കത് കിട്ടും? ഖാൽ, അദ്ദേഹം പറഞ്ഞു, ഫിസ്സലാത്തി അലർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്തു ചെല്ലുന്നതിലൂടെയാണ് ആ നൂറ് നിനക്ക് സമ്പാദിച്ചെടുക്കാൻ കഴിയുക. ഒരു ചെറിയ ഹദീസ് കൂടി ചേർത്ത് വായിക്കുക. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്ന സ്വലാത്ത അലയ്യ നൂറുൻ, എന്റെ മേലിൽ ചൊല്ലുന്ന സ്വലാത്ത് വെളിച്ചമാകുന്നു, ഇരുട്ടിൽ നിന്ന് മോചനം കിട്ടാനുള്ള മാർഗമാകുന്നു. ഇനി സൂറത്ത് ഇബ്രാഹീമിലെ 1-ാമത്തെ ആയത്ത് കൂടി പരിശോധിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനദ്ദുലുമാതി ഇലൻ നൂരി ബിഇذനി റബ്ബിഹിം ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്. ലിതുഖ്രിജൻ നാസ മിനദ്ദുലുമാതി ഇലൻ നൂർ, ദുലുമാത്തിൽ നിന്ന്, ഇരുട്ടുകളിൽ നിന്നും മനുഷ്യരെ നൂറിലേക്ക്, വെളിച്ചത്തിലേക്ക് നിങ്ങൾ പുറപ്പെടിക്കാൻ വേണ്ടി. ലിതുഖ്രിജ, നിങ്ങൾ പുറപ്പെടിക്കാൻ. അപ്പോൾ
ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനുള്ള ചുമതല മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായും ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇവിടെയാണ് അള്ളാഹു തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ നമ്മളെ ഏൽപ്പിച്ചതിന്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. സ്വലാത്ത് നൂറാണെന്ന് നേരത്തെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ആ നൂറ് നിങ്ങൾ ചെയ്യണമെന്ന് അള്ളാഹു പറയുകയും ഞാനും എന്റെ മലായിക്കത്തും എന്റെ ഹബീബിന്റെ മേലിൽ സ്വലാത്ത് വർഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മെ ആ വിഷയത്തിൽ വളരെയധികം അള്ളാഹു പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ആ സ്വലാത്ത് ചൊല്ലാൻ ഏൽപ്പിച്ചതിന് പിന്നിലെ രഹസ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനുഷ്യന്റെ റൂഹ് ബലഹീനമാണ്, അവന്റെ ശരീരം ലഈഫാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അള്ളാഹുവിന്റെ നൂറിനെ ഏറ്റുവാങ്ങിയെങ്കിൽ മാത്രമേ മനുഷ്യന് അള്ളാഹുവിലേക്ക് വാസിലാവാൻ കഴിയുകയുള്ളൂ. എന്നാലോ അള്ളാഹുവിൽ നിന്ന് നേരിട്ട് ആ നൂറിനെ, വെളിച്ചത്തെ ആവാഹിച്ചെടുക്കാനും ഏറ്റുവാങ്ങാനുമുള്ള കഴിവ് മനുഷ്യന് ശാരീരികമായിട്ടുമില്ല, ആത്മീയമായിട്ടുമില്ല. കാരണം മനുഷ്യൻ ബലഹീനനാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് സ്വലാത്ത് ചൊല്ലാൻ കൽപ്പിച്ചു. എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഒരു രഹസ്യമെന്ന് വെച്ചാൽ, അല്ലാഹു തആല ബലഹീനരായ അവന്റെ മനുഷ്യരെ, അടിമകളെ തിരസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്ങനെയെങ്കിലും അവന്റെ ഹളറത്തിലേക്ക് അവരെ വാസിലാക്കണം. അതിനുള്ള വഴി അല്ലാഹു തന്നെ പറഞ്ഞു തന്നതിലൂടെ അതാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇനി അതിന്റെ പിന്നിൽ സ്വലാത്തിലൂടെ തന്നെ അല്ലാഹു വാസിലാക്കാൻ കരുതിയതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്നും നോക്കാം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ നൂറാണെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണല്ലോ. അള്ളാഹുവിന്റെ നൂറിനെ ഇത്രയും അധികം സമ്പാദിച്ചെടുത്ത മറ്റൊരു സൃഷ്ടി ഇല്ലേ ഇല്ല എന്ന് നമുക്ക് വ്യക്തമായി അറിയുന്ന കാര്യവുമാണല്ലോ. ആ നൂറിനെ നേരിട്ട് റബ്ബിന്റെ ഹളറത്തിൽ ചെന്ന് അവിടത്തെ ആ തിരുസന്നിധിയിൽ നിന്ന് അതിനെ ഉൾക്കൊള്ളാൻ സാധിച്ച ഒരേ ഒരു വ്യക്തിത്വമാണല്ലോ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിത്തങ്ങളിലേക്ക് അള്ളാഹുവിൽ നിന്ന് സദാസമയത്തും ഏറ്റവും വലിയ പവറോടുകൂടി, ഏറ്റവും വലിയ തിളക്കത്തോടുകൂടി അവന്റെ നൂറ് വർഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവിടുത്തെ ഹയാത്ത് കാലത്തും വഫാത്ത് കാലത്തും. ഹയാത്തി ഖൈറുല്ലക്കും വമമാത്തി ഖൈറുല്ലക്കും, അങ്ങനെയാണല്ലോ പഠിപ്പിക്കുന്നത്. ആ നൂറുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വർഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ നേരിട്ട് മനുഷ്യന് അള്ളാഹുവിലേക്ക് ഈ നൂറിനെ ഏറ്റുവാങ്ങാനുള്ള അവസരമോ അതിനുള്ള കഴിവോ ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെ ഏറ്റുവാങ്ങാനുള്ള ഒരു സ്റ്റേഷൻ, അതിനുള്ള ഒരു കേന്ദ്രം അല്ലാഹു തആല മനുഷ്യന് നിർണയിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ എന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ഹബീബിന്റെ പേരിൽ അല്ലാഹു തആല വർഷിച്ചു കൊണ്ടിരിക്കുന്ന മഹത്തായ നൂറിന്റെ കിരണങ്ങൾ മനുഷ്യനിലേക്ക് വർഷിക്കപ്പെടാൻ, അവനിലേക്ക് അതിനെ പ്രസരിപ്പിക്കപ്പെടാൻ, അങ്ങനെ മനുഷ്യന് സ്വലാത്ത് ചൊല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹുമായിട്ട് മനുഷ്യരുടെ റൂഹിനെ ബന്ധിപ്പിക്കപ്പെടുന്നു. ആലമുൽ ഗൈബിൽ നിന്ന് നൂറ് സമ്പാദിക്കുന്ന മുഹമ്മദ് മുസ്തഫ ആലമുൻ നാസൂത്തിലെ മനുഷ്യരിലേക്ക് ആ നൂറിനെ ആവശ്യത്തിനനുസരിച്ച് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അന ഖാസിമുൻ വല്ലാഹുൽ മുഅ്തി, അല്ലാഹുവാണ് നൽകുന്നവൻ, ഞാനാണ് വിഹിതിച്ചു കൊടുക്കുന്നവൻ. ഓഹരി വെച്ചു കൊടുക്കുന്ന പരിപാടിയാണ് അല്ലാഹുവിന്റെ ഹബീബിനുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്ന വ്യക്തിക്ക് സത്യത്തിൽ ലഭിക്കുന്നത് അല്ലാഹുവിൽ നിന്ന് നബിത്തങ്ങൾ നേടിയെടുത്തിരിക്കുന്ന മഹത്തായ പ്രകാശത്തിന്റെ കിരണങ്ങളാണ്. നോക്കൂ ഹദീസ്, എന്റെ മേലിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവന്റെ പേരിൽ 10 കരുണ വർഷിക്കുന്നതാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് നാം ഒരു സ്വലാത്തിനെ കൊടുത്തയക്കുമ്പോൾ അള്ളാഹുവിന്റെ നൂറ് നമ്മുടെ റൂഹുമായിട്ട് ബന്ധപ്പെടുകയാണ്. ബിവാസിത്തത്തി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെന്നാണ് നമ്മുടെ വസീല, അവിടെന്നാണ് നമ്മുടെ വാസിത്ത, അവിടെന്നാണ് നമ്മുടെ ഇടയാളൻ, അവിടെന്നാണ് നമ്മുടെ മാധ്യസ്ഥം. ആ നബിത്തങ്ങളില്ലാതെ നമുക്കൊന്നുമേ ഇല്ല. വമാ ബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, നിങ്ങൾക്ക് എന്തനുഗ്രഹമുണ്ടെങ്കിലും അത് അള്ളാഹുവിൽ നിന്നാണ് എന്ന് പറയുന്ന അതേ അള്ളാഹു വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിന് അനുഗ്രഹമായിട്ടാണ് അങ്ങയെ അയച്ചിരിക്കുന്നത് എന്നും പറയുന്നു. അപ്പോൾ ഈ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നത് മുഹമ്മദ് മുസ്തഫയിലൂടെയാണ് എന്നും ആ അനുഗ്രഹം ഏറ്റവും കൂടുതൽ നമ്മിലേക്ക് കരഗതമാകുന്നത് സ്വലാത്തിലൂടെയാണ് എന്നും നാം തിരിച്ചറിയുമ്പോൾ സ്വലാത്തിന്റെ പ്രാധാന്യം എത്രമാത്രമാണെന്ന് ഈ പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ നാം തിരിച്ചറിയുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.